വ്യാസഭാരതത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു. വേണമെങ്കിൽ അതൊരു ഭാഗ്യമായി പോങ്ങന് കാണാം. എന്നാൽ ഈ പോങ്ങന് ലഭിച്ച മഹാഭാഗ്യം മറ്റൊന്നാണ്. വ്യാസനൊപ്പം ഈ കേരളത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നു. കർണൻ എപ്പോഴും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വ്യാസൻ നിശ്വസിച്ച കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ച് പ്രാണവായു പുറന്തള്ളുന്ന ഇലജീവികളുള്ള നാട്ടിൽ പോങ്ങൻ ജീവിതം കഴിക്കുന്നു. അത് മഹാഭാഗ്യമല്ലാതെ മറ്റെന്താണ്? ഇതാണ് അവസരം. പോങ്ങൻ അഭിനവ വ്യാസന് മുന്നിൽ അടക്കാനാവാത്ത ആദരവോടുകൂടി തല താഴ്ത്തുന്നു. അഭിനവ വ്യാസനെ അറിയാത്തവരായി ആരുമില്ല എന്ന് പോങ്ങൻ അറിയാം. എങ്കിലും ഏതേലും സഹപോങ്ങന് ആളെ അറിയില്ലെങ്കിലോ? അങ്ങനെയും വരാമല്ലോ. അതുകൊണ്ട് സ്വല്പമൊന്ന് ആളെ പരിചയപ്പെടുത്താം. അഭിനവ വ്യാസൻ പൂർവാശ്രമത്തിൽ ഒരു അന്തംഗമിയായിരുന്നു. ഈ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യമൊക്കെ മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുണ്ട് ആശാൻ. മരമന്ന തിരുമനസിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാനും അതുപോലെ തന്നെ ഈ ചാർമിക സ്പർശം സംഭവിച്ചോ എന്ന സംശയം ജനിപ്പിക്കുന്ന നിലയിൽ ദ്വിമാർ സാമീപ്യം അനുഭവിക്കാനുമൊക്കെ പൂർവാശ്രമത്തിൽ സഖാവ് വ്യാസന് സാധിച്ചിരുന്നു. പ്രസംഗകലയിൽ പ്രവീണനാണ്. എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ പറയാനുള്ള ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ഈ സുകുമാർ അഴീക്കോടിന് സുനിൽ പി ഇളയടത്തിൽ ഉണ്ടായവനാണോ? ആണോ? അങ്ങനെ ഒരു സംശയം ആരിലും ഉണ്ടാക്കാനുള്ള ശേഷി ഈ വ്യാസപ്രസംഗത്തിനുണ്ട്. നാലാൾക്ക് മുന്നിൽ നാൽക്കവലയിൽ നിന്ന് നേരത്തോടു നേരം നിർമ്മാണം നാവടിക്കാൻ വ്യാസന് നിഷ്പ്രയാസം സാധിക്കും. നിങ്ങൾ ഈ കാണിക്കുന്ന 50 ഇഞ്ച് നെഞ്ചളവിന്റെ ഒന്നും അല്ല ഈ രാജ്യം. ഇങ്ങനെ ഈ കുറെ മനുഷ്യരുണ്ടല്ലോ ഈ നാട്ടിൽ ചുറ്റും നടക്കുന്നവര്, ഞങ്ങളുടേതാണ് ഈ രാജ്യം എന്ന് ഉറക്കെ പറയുന്ന കാലഘട്ടമാണ്. ഒരു ബോൺസായി പരുവത്തിലുള്ള അണുബോംബ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു അണുബോംബ്, കുഞ്ഞൻ അണുബോംബ്. ആ അണുബോംബ് പൊട്ടുന്നത് പോലെയാണ് വ്യാസന്റെ വായിൽ നിന്നും ഈ ഭായൊക്കെ വരുന്നത്. ഭായൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഭാരതം എന്നൊക്കെ നല്ല ഭംഗിയായി വ്യാസൻ പറയും. ഈ പ്രഭാഷണങ്ങളിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് ഞങ്ങൾ കോട്ടയംകാരുടെ ഭാരതത്തിനുള്ള അല്ലെങ്കിൽ കോട്ടയംകാരുടെ ഭാര്യയിൽ കിടക്കുന്ന ആ ഭായൊന്നുമല്ല വ്യാസന്റെ വായിൽ കിടക്കുന്ന ഭാരതത്തിനുള്ളത്. പക്ഷേ അത്ര കണ്ട് ഉച്ചാരണ സ്ഫുടതയോടുകൂടി അച്ചടി ഭാഷയിൽ കടഞ്ഞെടുത്ത ഇളം വള്ളുവനാടൻ ശൈലിയിലാണ് അഭിനവ വ്യാസൻ നാവാടുന്നത്. പൂർവാശ്രമത്തിൽ സഖാവായിരുന്നു എന്ന് പറഞ്ഞല്ലോ പോങ്ങൻ. എങ്കിലും വ്യാസൻ എന്ന് വളരെ സംസ്കൃതീകരിക്കപ്പെട്ട ഒരു ഹിന്ദുവാണ്. ഈ നാടൻ സംഖ്യകളിൽ കടുത്ത ആശങ്ക കലർന്ന ആദരവ് നിറയ്ക്കുന്നത്ര രൂക്ഷമായിട്ടുള്ള ഹൈന്ദവതയാണ് വ്യാസൻ ഇപ്പോൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശൈവരെയും വൈഷ്ണവരെയും അതുപോലെ തന്നെ ശൈവരെയും ഒക്കെ ആശാൻ ഇഴകീറി വ്യാഖ്യാനിച്ചു കളയും. ഈ മുരുകന് എത്രത്തോളം മൂച്ചുണ്ട്? നമ്മുടെ മുരുകൻ സ്വാമിക്ക് എത്രത്തോളം മൂച്ചുണ്ട്? ശാസ്താവ് വച്ചു പുലർത്തുന്ന ശക്തി എത്ര? ഗണപതിയിൽ കുടികൊള്ളുന്ന മിത്ത് ശതമാനം സുമാർ എത്ര വരും? അല്ലെങ്കിൽ ഘോരമതേതരനും സുഡാവുമായ നമ്മുടെ ഷെയ്ംസീറൻ ആരോപിച്ച അതേ അളവ് മിത്തത്വം നമ്മുടെ വിഘ്നേശ്വരനിൽ ഉണ്ടോ? അതുപോലെ വടയക്ഷിയും ചുടലമർദ്ദയും തമ്മിലുള്ള കിടമത്സരം എങ്ങനെ സംഭവിച്ചു? അവർക്കിടയിലുള്ള ആ മത്സരം എങ്ങനെ ഉണ്ടായി? 5 പുരുഷന്മാരോടൊപ്പം കഴിയുന്ന സ്ത്രീ വേശ്യയ്ക്ക് തുല്യാണ് എന്ന് കർണൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അഭിനവ വ്യാസനിൽ നിന്നും കേട്ട സംഖ്യകൾ സമൂലം സ്തംഭിച്ചു നിൽപ്പാണിപ്പോൾ. എല്ലാത്തിലും എന്നെ കാണാൻ നോക്കും. ആദരാവേശം കൊണ്ടുള്ള ചലന സ്തംഭനം. നമ്മുടെ ഈ രമണ മഹർഷിയും സ്വാമി വിവേകാനന്ദനും തമ്മിൽ സംഭവിച്ചിട്ടുള്ള ആത്മീയ കൊടുക്കൽ വാങ്ങലുകളെ പറ്റിയൊക്കെ വ്യാസൻ നിസ്സംശയം വിവരിക്കുന്നതായി പോങ്ങൻ പറഞ്ഞു കേട്ടു. ഇപ്പൊ എന്നെ കൊല്ലുന്നത് ധർമ്മമല്ല. അവരുടെ ചെങ്ങാത്തത്തിന് ദൃക്സാക്ഷ്യം വഹിച്ചവനാണ് താനെന്ന മട്ടിലാണ് വ്യാസൻ നാവടിക്കുന്നത്. ഇതിൽ കർണൻ കൺവിൻസ്ഡ് ആണെന്നതാണ് പ്രശ്നം. ഇന്നത്തെ നമ്മുടെ കർണൻ ഫാൻസ് അത് സമ്മതിക്കില്ലെങ്കിലും കർണൻ കൺവിൻസ്ഡ് ആവുന്നുണ്ട് ഭഗവാന്റെ ആ മറുപടിയിൽ. വ്യാസനെ അറിയില്ല എങ്കിൽ പോലും സ്വാമി വിവേകാനന്ദനെയും നമ്മുടെ രമണ മഹർഷിയെയും ഒക്കെ മിതമായ അളവിൽ പോങ്ങന് പരിചയമുണ്ട്. 39ാമത്തെ വയസ്സിൽ മരിച്ചു പോയിട്ടുള്ള വിവേകാനന്ദൻ 1863 ജനിച്ച് 1902 ഇഹലോകം വെടിഞ്ഞു. രമണ മഹർഷി ജനിക്കുമ്പോൾ നമ്മുടെ വിവേകാനന്ദന് പ്രായം 16 വയസ്സാണ്. തിരുവണ്ണാമലയിലേക്ക് തന്റെ ആത്മീയ യാത്ര രമണ മഹർഷി ആരംഭിക്കുന്നത് 17ാമത്തെ വയസ്സിലും. അതായത് 1896 ഓഗസ്റ്റ് മാസത്തിൽ വീട്ടിൽ നിന്നും തുടക്കമിട്ട യാത്ര 1 മാസത്തിന് ശേഷം തിരുവണ്ണാമലയിൽ ആ യാത്ര അവസാനിക്കുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം അതായത് 1902 സ്വാമി വിവേകാനന്ദൻ ഇഹലോകവാസം മതിയാക്കി മടങ്ങുകയും ചെയ്തു. രമണ മഹർഷിക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ആശ്രമം ഉണ്ടാവുന്നത് 1922 എന്ന് വെച്ചാൽ സ്വാമി വിവേകാനന്ദൻ മരിച്ചതിന് 2 പതിറ്റാണ്ട് ശേഷം. രമണ മഹർഷി തന്റെ ആത്മീയ ജീവിതം ആരംഭിച്ച് 6 വർഷം തികയുന്നതിന് മുന്നേ സ്വാമി വിവേകാനന്ദൻ ഓർമ്മയായി എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. സ്വാഭാവികമായും സ്വാമി വിവേകാനന്ദന്റെ ശ്രദ്ധയിലേക്ക് എത്താനുള്ള ആത്മീയ വളർച്ച ആ 6 കൊല്ലം കൊണ്ട്, ആ കാലം കൊണ്ട് രമണ മഹർഷി സ്വന്തമാക്കിയിരുന്നില്ല എന്നാണ് പോങ്ങന്റെ ഒരു മനസ്സിലാക്കൽ. അതുപോട്ടെ, അതെന്തോ ആവട്ടെ.
ഫലത്തിൽ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കി നടന്നുകൊണ്ടിരുന്ന സഖാവ് വ്യാസൻ പലർക്കുമിന്ന് സംഘിവ്യാസനാണ്. മിക്ക ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയാണ്. അല്പകാലം മുന്നേ ഒരു കവലപ്രസംഗം നടത്തിയപ്പോൾ മോദിയുടെ നെഞ്ചളവിനെ കളിയാക്കി കയ്യടി വാങ്ങിച്ചിരുന്നു ഈ വ്യാസൻ. നിങ്ങൾ ഈ കാണിക്കുന്ന 50 ഇഞ്ച് നെഞ്ചളവിന്റെ ഒന്നും അല്ല ഈ രാജ്യം. ഇങ്ങനെ ഈ കുറെ മനുഷ്യരുണ്ടല്ലോ ഈ നാട്ടിൽ ചുറ്റും നടക്കുന്നവര്, ഞങ്ങളുടേതാണ് ഈ രാജ്യം. അല്പകാലം ഇപ്പുറം അതേ വ്യാസൻ മോദി ഭക്തരുടെ കയ്യടികൾ വാങ്ങിക്കൂട്ടുന്നു. ഉഗ്ര ദിവ്യൻ തന്നെയല്ലേ ഉഗ്ര ദിവ്യൻ? ഫാസിസ്റ്റുകളുടെ ഒന്നാമത്തെ ചോദ്യം, ഫാസിസ്റ്റുകൾ എന്നൊന്നും പറയാൻ മണ്ണാർക്കാട്ടെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഏതൊക്കെയോ വാട്സപ്പ് അക്കാഡമികളിൽ നിന്ന് പടച്ചു വിടുന്ന നുണ മാത്രം വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരെയൊന്നും ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ വലുപ്പം കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പേഴ്സണലി. പുരാണങ്ങളിലും വേദോപനിഷത്തുകളിലും മാത്രമല്ല ചരിത്രജ്ഞാനത്തിലും വ്യാസന് കണ്ടമാനം പിടിയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ഈ ഗാന്ധിജി മൗണ്ട് ബാറ്റൻ പ്രഭുവും തമ്മിൽ നടന്ന സംസാരത്തിന് കാർമ്മികത്വം വഹിച്ചവനാണ് താനെന്ന മട്ടിൽ നല്ല താളത്തിൽ പ്രസംഗം പറഞ്ഞ സംഘിവ്യാസൻ ആരുടെ ആദരവിനും ഇരപ്പെടേണ്ട ഒരുവനാണെന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട്. ഇന്നലെ ഡിസംബർ 25-ാം തീയതിയായിരുന്നു യേശുക്രിസ്തു ജനിച്ച ദിവസം. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ലോകരക്ഷകനായിട്ടുള്ള യേശുക്രിസ്തു ജനിച്ചു. ഒരുപക്ഷെ ഇതേ നിലയിൽ പോവുകയാണെങ്കിൽ ചെഗുവേരയും ക്രിസ്തുദേവനും സതീർത്ഥ്യരും സമകാലികരുമായിരുന്നെന്ന സത്യം വരെ ഈ അഭിനവ വ്യാസൻ വരും നാളുകളിൽ വെളിപ്പെടുത്തിയേക്കാം. ഈ പൗരത്വ ബില്ലുകൊണ്ട് ഇന്ത്യയിലുള്ള ആർക്കും ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ് ഞാൻ എടുത്തു പറയുന്നു. ഇന്ത്യക്കാർക്ക് ഒന്നും സംഭവിക്കില്ല. ഈ നിയമത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരാരാണെന്ന് അവർ തീരുമാനിക്കുന്നതാണ് ഈ നിയമത്തിന്റെ ഉള്ളിലുള്ള കളികൾ. നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ജ്ഞാനമില്ലാത്ത അവസ്ഥയാണ് വിഷമം. ഭഗവാൻ ശ്രീകൃഷ്ണനും സഖാവ് സുനിൽ പി ഇളയടവും ഏകോദര സഹോദരങ്ങളെ പോലെ കാലിമേച്ചും ഓടക്കുഴൽ വായിച്ചും വെണ്ണ കട്ടുതിന്നും ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ചും അങ്ങനെയൊക്കെ വളർന്നു വന്നവരാണെന്നും വ്യാസൻ അരുളി ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അതുപോലെ 28 വ്യാസന്മാരിൽ 24-ാം നമ്പർ വ്യാസനായിട്ടുള്ള സാക്ഷാൽ വാൽമീകി രാമായണ രചനയ്ക്കിടെ കടുത്ത മൂക്കൊലിപ്പും പനിയും വന്ന് കിടപ്പിലായിപ്പോയെന്നും അതുകൊണ്ട് ഈ ആരണ്യകാന്ഡം ഏറെക്കുറെ മുഴുവനായും എഴുതിക്കൊടുത്തത് താനാണെന്നു വരെ വ്യാസൻ അവകാശപ്പെടില്ല എന്ന് ആർക്കു പറയാനാവും? ഈ പോക്ക് പോയാൽ അതും പറയും. എന്തായാലും ഒരു കാര്യം പോകാൻ അറിയാം, ലക്ഷണമൊത്ത ഒരു അന്തംഗമ്മിക്ക് മാത്രം കൈമുതലായിട്ടുള്ള നാണമില്ലായ്മയും അതുപോലെ അഹന്തയോളം പോന്ന ആത്മവിശ്വാസവും അതുമാത്രമാണ് തന്റെ ഈ സംഘീകം ഹിന്ദു പണ്ഡിത വേഷത്തിനു വേണ്ടി സഖാവ് വ്യാസൻ മുതൽ മുടക്കിയിട്ടുള്ള മൂലധനം. പ്രിയ ഹിന്ദുക്കളെ, നിങ്ങളെ ഓർത്ത് ഈ പോങ്ങിന് സത്യമായും വളരെയധികം സങ്കടമുണ്ട്. നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നതിന്റെ പേരിൽ നിങ്ങൾ എന്നെ സമൂലം ശപിക്കരുത്, തെറിയും പറയരുത്. അല്ല, തെറി പറയില്ല, നിങ്ങൾ സംസ്കൃതീകരിക്കപ്പെട്ടവരാണ്. ശപിക്കരുത്. ഞങ്ങളെ ഓർത്ത് സങ്കടപ്പെടാൻ നീ ആരാടാ ഊളപ്പോങ്ങാന്ന് ചോദിക്കുകയും വരുത്. ഒരു കാര്യത്തിൽ പോങ്ങൻ നിങ്ങളെ അടിമുടി മാനിക്കുന്നുണ്ട്. പോങ്ങനേക്കാൾ ബുദ്ധിയുള്ള കൂട്ടരാണ് കേട്ടോ നിങ്ങൾ ഹിന്ദുക്കൾ. കാരണം ഈ കേരളത്തിൽ എനിക്കു മാത്രമാണ് നിങ്ങളെ പറ്റിക്കാൻ പറ്റാത്തത്. എനിക്ക് മാത്രമേ നിങ്ങളെ പറ്റിക്കാൻ പറ്റാതെയുള്ളൂ. കഴിഞ്ഞ കുറേ നാളായി കിണഞ്ഞ് ശ്രമിച്ചിട്ടും എൻ്റെ കിണഞ്ഞു ശ്രമത്തിൽ നിങ്ങൾ വീണിട്ടില്ലല്ലോ അല്ലേ? നിങ്ങൾ വഴുതി, പോങ്ങനിൽ നിന്ന് വഴുതി മാറി. പോങ്ങന്റെ കൗശലത്തിന് മുന്നിൽ, പോങ്ങന്റെ കൂർമ്മ ബുദ്ധിക്ക് മുന്നിൽ നിങ്ങൾ വഴുതി മാറി അല്ലേ? രക്ഷപ്പെട്ടു. പോങ്ങന് പിടികിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പോങ്ങനേക്കാൾ ബുദ്ധിയുള്ള കൂട്ടരാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ സാധിക്കും. എങ്കിലും ബാക്കി സകലരും നിങ്ങളെ സമൂലം കബളിപ്പിക്കുകയായിരുന്നു എന്ന സത്യവും കൂടി വല്ലപ്പോഴുമെങ്കിലും നിങ്ങൾ ഓർക്കണം. നെറ്റിയിലൊരു കുറി, കസവുകരയുള്ള വസ്ത്രം, പുരാണം പുരട്ടിയ നാവ്, വേദാന്തം വിസർജിക്കുന്ന വായ, സംസ്കാരം പൂശിയ സ്വഭാവം, വ്യാജ വിനയത്തിൽ മറച്ച അഹങ്കാരം, ഇത്രയും മതി ഏത് നാറികൾക്കും ഹിന്ദുക്കളെ പറ്റിച്ച് പാലം കടത്താൻ പറ്റും. ഒരു സംശയവും വേണ്ട. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സുഖിക്കില്ല. നിങ്ങൾ കേൾക്കാൻ പോലും വരുമോ എന്ന് എനിക്കറിയില്ല. കേട്ടാൽ സുഖിക്കില്ല. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ നിഴൽ പോലും നിങ്ങൾക്കൊപ്പം ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു, അന്നേ നിങ്ങൾ ഇനി നന്നാവൂ. സംഖ്യകളെ പറ്റി പോകാൻ പിന്നെ ഒന്നും പറയാനില്ല. നമ്മുടെ രാജ്യത്തുള്ള ഈ രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൗരത്വം തരാന്ന് പറയുന്നുണ്ടല്ലോ. ഈ രേഖകൾ ഹാജരാക്കാനുള്ള രേഖകൾ നിങ്ങൾക്ക് തരേണ്ടതാരാ? ഈ രാജ്യത്തെ ഗവൺമെന്റ് ആണ് അല്ലേ? നിങ്ങൾ എവിടെന്നെങ്കിലും മറ്റേ മജീഷ്യൻ സാമ്രാട്ടൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ വായു വലിച്ചെടുക്കൂ പൗരത്വത്തിനുള്ള രേഖ? ഇല്ല, ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് രേഖ തരേണ്ടത്. ആ ഗവൺമെന്റ് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ
പൗരത്വം നിലനിൽക്കാനുള്ള രേഖകൾ കൊണ്ടുവരൂ. രേഖകൾ തരാൻ കൈവശമില്ല, രേഖകൾ തരാൻ കഴിവില്ലാത്തൊരു ഭരണകൂടം ആ രേഖകൾ തരാതെ നിങ്ങളോട് ചോദിക്കുന്നു രേഖകൾ കൊണ്ടുപോയോ? കൂടുതലൊന്നും പറയുന്നില്ല. നല്ലൊരു രാഷ്ട്രീയ തന്ത്രം മെനയാൻ പോലും ത്രാണിയില്ലാതെ മറ്റൊരു പാർട്ടിക്കും കൊള്ളാത്ത തരികടകളെല്ലാം കൂടി സംഘം ചേർന്ന് KJP കളിച്ച് അഹങ്കാരവും പരപുച്ഛവും ഹമ്പടഞ്ഞാനെ എന്ന ഭാവവുമായി ഒരുമാതിരി വലത് സഖാക്കളുടെ കൂട്ട് അങ്ങനെ അങ്ങ് നടക്കുകയാണ് അല്ലേ? ഒരു മലബാർ കമ്മിയുടെ ശരാശരി പുച്ഛമാണ് അടുത്ത കാലത്തായിട്ട് ഓരോ നേതാക്കളുടെയും വായിൽ നിന്ന് വരുന്നത്. പരപുച്ഛം, പരിഹാസം, നിന്ന. വാക്കുകൊണ്ട് വയലൻസ് ഉണ്ടാക്കുക. കാവിക്കമ്മിയാവരുതൊരു സംഘി, വെറും കാവിക്കമ്മിയാവരുതൊരു സംഘി. ഇത്രയും നാണം കെട്ട, ഉളുപ്പില്ലാത്ത, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്ത, വഞ്ചിക്കുന്നവരെ മാത്രം വിശ്വസിക്കുകയും ചൂഷണം ചെയ്യുന്നവരെ മാത്രം ചുമക്കുകയും വായ കൊണ്ട് വിക്കിപീഡിയ വിസർജിക്കുന്ന വ്യാജ വ്യാസന്മാരെ വീരയോദ്ധാക്കളായി കൂടെ കൂട്ടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന വിഡ്ഢികളാണ് കേരളീയ സംഘികൾ. എന്റെ കേരളീയ ഹൈന്ദവരെ, കേരളീയ സംഘികളെ, സവിശേഷമായ നിങ്ങളുടെ സൈദ്ധാന്തിക സിദ്ധിയെ ഈ പോങ്ങൻ നമിക്കുന്നു. ലക്ഷണമൊത്ത, നല്ല ലക്ഷണമൊത്ത കോൺഗ്രസ്സുകാരെ സംഘിയായി കണ്ട് ആഘോഷിച്ച് അവർക്ക് വിളയാവുക, രസ്യൻ കമ്മികളെ ഹൈന്ദവരായി കണ്ട് ആദരിച്ച് അവർക്ക് വിളയാവുക, നിങ്ങളെ വിളയാക്കാൻ കഴിയാത്തതിന്റെ അസൂയ, കൊതിക്കെറിവ്, കുശുമ്പ് എന്നിവ കിട്ടാത്ത മുന്തിരിയുടെ പുളിപ്പ് നാവിൽ പുരട്ടുന്നത് കൊണ്ടല്ലേ പോങ്ങൻ ഇങ്ങനെ മോങ്ങുന്നതെന്ന് നിങ്ങൾ ഇനിയും പറയുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സാരമില്ല, നിങ്ങളുടെ തിരിച്ചറിവ് ശേഷിയുടെ കരുത്ത് എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഈ ബാലൻ കെ നായർ ഏത് ജാതിയിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചാൽ നാടാർ ക്രിസ്ത്യൻ അല്ലേ എന്ന് സംശയത്തോടെ ഉത്തരപ്പെടാൻ തക്ക മണ്ടബലമുള്ള നിങ്ങളെ കോൺഗ്രസ് വ്യാസന്മാരും കമ്മ്യൂണിസ്റ്റ് വ്യാസന്മാരുമൊക്കെ ഊടുപാട് കബളിപ്പിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് സമ്മതിക്കാൻ യാതൊരു മടിയില്ല. പോങ്ങൻ നിങ്ങൾക്ക് മുന്നിൽ തോറ്റുപോയി ഹൈന്ദവരെ. കമ്മിസുഡു ദമ്പതികളുടെ അധിക്ഷേപവും കൊങ്ങികളുടെ രൂക്ഷമായിട്ടുള്ള അവഗണനയും അനുഭവിച്ചുകൊണ്ട് യാതൊരു സഹകരണ ബുദ്ധിയുമില്ല എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞിട്ടും ഹൈന്ദവരുടെയും സംഘികളുടെയും ദുരവസ്ഥ കണ്ട് പോങ്ങൻ ആവും വിധം നാവാടി. ദുരവസ്ഥ ഇപ്പോഴല്ല, ഇപ്പോൾ നിങ്ങൾ മെച്ചപ്പെട്ടു. ഒരു 10 കൊല്ലം മുന്നേ ചാണകനാറികളെ വിളിച്ചു കഴിഞ്ഞാൽ ചമ്മി ഒരു വശത്തിരിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പോരാടാൻ ആരും ഉണ്ടായിരുന്നില്ല. നേരെ നിന്ന് 4 തെറി പറയാൻ പോലും കൂട്ടത്തിലൊന്നും ഒരുത്തിനും ഉണ്ടായിരുന്നില്ല. കാരണം സംസ്കൃതീകരിക്കപ്പെട്ട നാവായിരുന്നു നിങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നത്. പോങ്ങൻ അഴിഞ്ഞാടി, നാവഴിച്ചാടി. വഴിയിൽ കിടന്ന് തല്ലുകൊള്ളുന്ന ഒരു സഹജീവിയെ കണ്ടു കഴിഞ്ഞാൽ അവനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് മാനവിക ബുദ്ധി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോങ്ങനാവും വിധം കഴിവിന്റെ പരമാവധി നിങ്ങൾക്കൊപ്പം നിന്നത്. വന്ന് സഖാവ് വ്യാസൻ വരെ ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന കാലമായി. ആറാട്ടണ്ണനെ വരെ വേട്ടയാടി പിടിച്ച് ആദരിക്കാനും പൊന്നാട സമർപ്പണം നടത്താനും കഴിയുന്ന നിലയിലേക്ക് ഹിന്ദു വളർന്നുപോയി. സംഘികൾക്ക് അസംഖ്യം വരുന്ന ഓൺലൈൻ ബുദ്ധിജീവികൾ സൈദ്ധാന്തിക സേവനങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും ഉദാരമായി ചുരത്തി നൽകാൻ തുടങ്ങി. വിക്കിപീഡിയ വിസർജിക്കുന്ന ഒരു വായ സ്വന്തമായില്ലാത്ത പോങ്ങൻ നിങ്ങൾക്ക് അനുകൂലമാകുന്ന നിലയിൽ എന്തെങ്കിലും സംസ്കൃതീകരിക്കപ്പെടാത്ത എന്റെ നാവ് കൊണ്ട് പറഞ്ഞ് നിങ്ങളുടെ സാംസ്കാരികവും സൈദ്ധാന്തികവുമായിട്ടുള്ള കാന്തിക്ക് ഇടിവ് വീഴ്ത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോങ്ങനോട് ക്ഷമിക്കണം. ബോംബെ പോയെങ്കിൽ ഇന്ന് എവിടെ എത്തിയെന്ന് ലോകം അറിയപ്പെടുന്ന ഗ്ലോബൽ ഇന്റലക്ച്വലായി മാറിയെന്ന്. ഞാനിനി ആറാട്ടണ്ണനെയും അലൻ ജോസ് പെരേരയെയും ബാലയെയും എലിസബത്തിനെയും അതുപോലെ തന്നെ സർവാധരണീയനായിട്ടുള്ള ചെകുത്താനെയും അമൃതയെയും ഒക്കെ ആലോചിച്ച് കാലം കഴിച്ചോളാം. അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് പോങ്ങൻ ജീവിത യാത്ര നയിച്ചുകൊള്ളാം. നടൻ സത്യൻ മാസ്റ്ററും അതുപോലെ തന്നെ മഹാനടി അനശ്വര രാജനും കൂടി ആൽബർട്ട് ഐൻസ്റ്റീന് പുളിയിഞ്ചി കറിയുടെ ചേരുവ പറഞ്ഞുകൊടുത്ത പുരാണ സംഭവങ്ങളും ഈ മുരുകൻ സ്വാമിയുടെ മയിൽവാഹനം വാടകയ്ക്കെടുത്തുകൊണ്ട് ഹിറ്റ്ലറും നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയും കൂടി കയറിന്റെ ജർമ്മൻ പരിഭാഷ യാസർ അറാഫത്തിന് സമർപ്പിക്കാനായി പോയിട്ടുള്ള ചരിത്ര സാഹചര്യങ്ങളുമൊക്കെ ഈ അഭിനവ വ്യാസൻ വർണ്ണിക്കുന്നത് കേട്ട് ആഞ്ചിയ പൂടയുമായി കഴിയുന്ന ഹിന്ദുക്കളെ പോങ്ങന്റെ അകക്കണ്ണിൽ കാണുന്നുണ്ട്.
വ്യാസനാവ് വിതറുന്ന പുരാണ ചരിത്ര സംഭവങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേദാന്ത വിശകലനങ്ങളും കേരളത്തിലെ താമര കൃഷി കൊഴുപ്പിക്കാൻ കേരളീയ BJPക്ക് സഹായമാകട്ടെ എന്ന് പോങ്ങൻ ആശംസിക്കുകയും ചെയ്യുന്നു. അസൂയയും കുശുമ്പും അടിച്ച് കിളിപോയ പോങ്ങൻ സകലർക്കു മുന്നിലും സമൂലം സുല്ലിടുന്നു. സകല ഹിന്ദുക്കൾക്കും സകല സംഘികൾക്കും മുന്നിൽ വ്യാസൻ പോങ്ങനെ മനുഷ്യനാക്കി. അത്രേ പറയുന്നുള്ളൂ. ഏതെങ്കിലും ഒരുത്തൻ ഇനി അസൂയ കുശുമ്പ കുന്നായ്മ ഉള്ളവനാണ് പോങ്ങെന്നും പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പുളിച്ചതെറി. ഈ രാജ്യം അവരുടേതാണെന്ന് ഗാന്ധിജി അന്ന് പറഞ്ഞ ആ വാക്കുകളാണ് നമ്മൾ ഇന്ന് ഉറക്ക തെരുവിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണിക്കുന്ന 50 ഇഞ്ച് നെഞ്ചളവിന്റെ ഒന്നും അല്ല ഈ രാജ്യം. ഇങ്ങനെ ഈ കുറെ മനുഷ്യരുണ്ടല്ലോ ഈ നാട്ടിൽ ചുറ്റും നടക്കുന്നവര്, ഞങ്ങളുടേതാണ് ഈ രാജ്യം.